പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 14 ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തുന്നത് അല്ലേ. അതോർക്കുമ്പോൾ എത്ര സ്തോത്രം പറഞ്ഞാലും മതി വരികയില്ല. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. കർത്താവെ, കഴിഞ്ഞ പകൽ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചത് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന്, അതിശയമായി നടത്തുന്ന പിതാവിന്, ആനന്ദത്തോടെ നടത്തുന്ന പിതാവിന് ആമേൻ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം, അതിശയമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അപ്പ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പ യേശു അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ബലമായുള്ളവേ ഞാൻ കർത്താവിനെ കാത്തിരിക്കും. ദൈവം എൻ്റെ ഗോപുരമാകുന്നു. ആമേൻ. എൻ്റെ ദൈവം തൻ്റെ ദയാൽ എന്നെ എതിരേക്കും. ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. ആമേൻ. 59 സങ്കീർത്തനം 9, 10 വാക്യങ്ങളാണ് വായിച്ച്. എൻ്റെ ദൈവം തൻ്റെ ദയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. അതിൻ്റെ 17 വാക്യം, എൻ്റെ ബലമായുള്ളവേ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവുമല്ലോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തിരുവെഴുത്തുകളെ ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ തന്നിരിക്കുന്നു. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകവ്യാപകമായി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, അവരുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ദീർഘായുസ്സും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അസിഡിറ്റിയാൽ ഭാരപ്പെടുന്നവർ, നെഞ്ചെരിച്ചിലെ വയറിനകത്തെരിച്ചിലെ ആമേൻ, അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഫുഡ് പോയ്സണാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, ഭക്ഷണം കഴിച്ചു അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്തം ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. ആ ശാരീരിക ക്ഷീണം അവരിൽ നിന്ന് വിട്ടുമാറുവാൻ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക. കർത്താവ് പൂർണ്ണ സ്വസ്ഥത കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. മുഖത്ത് കറുത്ത പാട്, അതുപോലെ തന്നെ മറ്റ് മുഖത്ത് മറ്റ് പാടുകൾ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ സ്കിൻ അലർജി ഇപ്പോൾ മാറിപ്പോകട്ടെ. അവരുടെ മുഖം യേശുവിൻ്റെ നാമത്തിൽ ക്ലിയർ ആകട്ടെ. ആ ടെൻഷൻ അങ്ങ് മാറുവാൻ തക്കവണ്ണം ദൈവിക ഇടപെടൽ നടക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയുടെ ആവശ്യത്തിന്മേൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. സ്വർഗീയ പ്രൊവിഷനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആകാശത്തിൻ്റെ കല്ലവറകൾ, കിളിവാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസങ്ങളാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവരുടെ ഇൻ്റർവ്യൂസിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ. തക്ക സമയത്ത് ജോലി ലഭിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തല്ലോ, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അന്യോന്യം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതം ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ആ ഒരു ആഗ്രഹത്തോടു കൂടെ നമുക്ക് ഈ ഭൂമിയിലായിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 10 അധ്യായത്തിൻ്റെ 4 വാക്യം, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ
ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആമേൻ. അപ്പം കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുക, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ, പോരെന്ന് പറഞ്ഞാൽ എന്താ? ആത്മീകമായ പോര്, അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവ പൈതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ദൈവ പൈതലാണ്. ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിലുള്ള മറ്റു മനുഷ്യരിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണ്. കാരണം ഞാൻ ലോകത്തിലാണെങ്കിൽ പോലും ഞാൻ ആരല്ല? ലോകക്കാരനല്ല. എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവാണ്. എനിക്ക് പ്രൊവിഷൻ തരുന്നത് സ്വർഗത്തിൽ നിന്ന്, എന്നെ നടത്തുന്നത് കർത്താവാണ്, എൻ്റെ എല്ലാം യേശുവാണ് എന്ന ഒരു ബോധ്യം ഈ ലോകത്തിൽ ദൈവമക്കൾ ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകണം. നമ്മളത് മറന്നുപോകും. നമ്മൾ ദൈവവൈതലാണെന്നുള്ളത് നമ്മൾ പ്രസംഗം കേൾക്കുമ്പോഴും ആരാധനയ്ക്ക് പോകുമ്പോഴും ഓർക്കുന്നത്. അങ്ങനെയല്ല, അനുദിന ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ഞാൻ ദൈവവൈതലാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, അവൻ ദൈവമകനാണ് ഞാൻ, ദൈവമകളാണ് ഞാൻ എന്ന ബോധ്യം നമുക്കുണ്ടാകും. ശരി, അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ നേരിടുന്നത് ഞങ്ങൾ മാനുഷികമായിട്ടല്ല ഞങ്ങൾ ഇതിനെ ഒന്നും നേരിടുന്നത്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പക്ഷേ അപ്പോൾ അതെന്തോ ആത്മീകമായ ആയുധങ്ങൾ. ആമേൻ. അപ്പോൾ ഓരോ ദൈവമക്കളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലും പലതരത്തിലുള്ള ചലഞ്ചസുകൾ വരാം, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് നേരിടാം. പക്ഷേ അതിനെയൊക്കെ നമ്മൾ നേരിടേണ്ടത് ആത്മീകമായിട്ടാണ് നമ്മൾ നേരിടേണ്ടത്. ആദിമസഭയെ നോക്കിക്കേ. ആദിമസഭ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ജഡീക പോരാട്ടമില്ലായിരുന്നു, പക്ഷെ അവരുടെ മുമ്പിൽ ഒത്തിരി തരത്തിലുള്ള ചലഞ്ചസുകളെ അവർ നേരിടുന്നുണ്ട്. അവരുടെ മുമ്പിൽ പല പ്രശ്നങ്ങൾ വന്നു, പക്ഷേ അവരതിനെ ഒന്നും നേരിട്ടത് മാനുഷികമായിട്ടല്ല, ഭൗമികമായിട്ടല്ല. ഭൗമിക മനുഷ്യൻ നേരിടുന്നത് പോലെയല്ല അവർ നേരിട്ടത് വ്യത്യസ്തമായിട്ട്. അവർ പ്രാർത്ഥിക്കുന്നു, അവർ ഉപവസിക്കുന്നു, അവർ ആരാധിക്കുന്നു. അപ്പോൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോസ്തലനായ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറന്ന് ദൈവം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സഭ കഠിനമായ പീഡനയിലൂടെ കടന്നു പോകുമ്പോൾ അവരെന്താ ചെയ്തു? അവരും പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു. ഇവർ വീണ്ടും ശക്തിയോടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആമേൻ, അവിടെ പൗലോസും ശീലാസും അവിടെ ആരാധനയും പ്രാർത്ഥനയും നടന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഒന്നും ഭൗമികമായ അല്ലെങ്കിൽ ജനീകമായ ആയുധങ്ങളല്ല അവരുപയോഗിച്ചത് ആമേൻ, കോട്ടകളെ ഇടിപ്പാൻ തക്ക ശക്തിയുള്ള ആയുധങ്ങൾ. അതെന്താണ്? പ്രാർത്ഥന, ആമേൻ, ഉപവാസം, ആരാധന, ദൈവവചന ധ്യാനം, ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഇതൊക്കെയാണ് ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉപകരണങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി ചലഞ്ചസുകൾ നമ്മുടെ മുമ്പിൽ വരാം, പലതരത്തിൽ നമ്മൾ പ്രയാസങ്ങളെ നേരിടാം. പക്ഷേ അതിനെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ദൈവിക സ്വർഗീയമായ ആയുധങ്ങളെ ഉപയോഗിച്ച് വേണം പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ഒക്കെ വേണം നമ്മളിതിനെ ജയിക്കുവാൻ. നമ്മളെപ്പോഴും ഓർത്തോണം, ഒരു ദൈവവചനത്തിന് നേരെ വരുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെ പിൻപിലും ഏതെങ്കിലും ഒരു പൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക, ശാസിക്കുക, അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുക, ദൈവവചനത്താൽ ജയിക്കുക. ഇപ്പോൾ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ യേശു താൻ നേരിട്ട പ്രശ്നത്തെ എങ്ങനെ? താൻ വചനം പറഞ്ഞു, തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് വചനം പറഞ്ഞാണ് ജയിച്ചത്. അതുപോലെ ഓരോ ദൈവമക്കളും നമ്മൾ ഓരോരുത്തരും എങ്ങനെ ജയിക്കണം? ഒരുപക്ഷെ നമ്മുടെ ജോലിയിലായിരിക്കാം നമുക്ക് പ്രയാസം നേരിടും, ഒരുപക്ഷെ കുടുംബത്തിനകത്തായിരിക്കാം പ്രയാസം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും. എന്തുമായിക്കോട്ടെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് വിളിച്ചത്, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആത്മീക ആയുധങ്ങളെ ഉപയോഗിച്ച് വേണം ജയിക്കുവാൻ. പ്രാർത്ഥനയിലൂടെ, ദൈവവചന പ്രഖ്യാപനങ്ങളിലൂടെ, ഹല്ലേലൂയ, സ്തോത്ര, ആരാധനയിലൂടെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കൂടെയാണ് നമ്മൾ ഈ മുൻപോട്ടുള്ള യാത്ര നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പോരിൻ്റെ ആയുധങ്ങൾ എങ്ങനെയല്ല? ജഡീകങ്ങളല്ല. പറയണം, ജഡീകങ്ങളല്ല. ജഡമനുഷ്യൻ വഴക്കുണ്ടാക്കാൻ പോകും, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോകും, കുറ്റം പറയാൻ പോകും, എതിര് പറയാൻ പോകും, വഞ്ചിക്കാൻ പോകും. പക്ഷെ ദൈവമക്കൾ അങ്ങനെയല്ല. അവർ നിൻ്റെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നത്തെയും ജയിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, ആരാധനയ്ക്ക് കഴിയും, ദൈവവചന ഡിക്ലറേഷന് കഴിയും. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞ്, നിങ്ങളുടെ മുമ്പിൽ എത്ര വലിയ പർവ്വതമാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുക, ആ പർവ്വതം പറഞ്ഞു പോകും.
അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആത്മീകമായ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അപ്പോഴാണല്ലോ നമ്മൾ ആത്മീകനാകുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ അവനൊരു തീരുമാനമെടുക്കണം. എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. മോശ ചെങ്കടലിനെ പറഞ്ഞത് കൈ നീട്ടാൻ പറഞ്ഞു. ചെങ്കടൽ യേശുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ ചെങ്കടൽ എന്ത് ചെയ്തു? രണ്ടായി പിളർന്നു പോയി. അപ്പോൾ മോശ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി മാറി. അതുപോലെ നമ്മുടെ വിശ്വാസം, ആമേൻ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ, ആമേൻ, പ്രയാസങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാതെ, മാനുഷിക രീതിയിൽ പ്രതികരിക്കാതെ ആത്മീകനെ പോലെ പെരുമാറുക. ദൈവിക അത്ഭുതങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുകയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡീകങ്ങളല്ല കേട്ടോ. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കും, ആമേൻ, ജഡീക മനുഷ്യനെ പോലെ, സാധാരണ ഭൗമികനായ മനുഷ്യനെ പോലെ ദൈവമക്കൾ ബിഹേവ് ചെയ്യാൻ പാടില്ല. വ്യത്യസ്തരായിത്തീരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. സാധാരണ മനുഷ്യരെ പോലെ പ്രതികരിക്കരുത്. സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കരുത്. സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കരുത്. വ്യത്യസ്തരാകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.